രാജ്യത്തെ വോട്ടെണ്ണൽ പ്രക്രിയയിൽ പ്രത്യേകമായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിക്കണമെന്ന അഭിപ്രായം സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ്. സംരക്ഷിപ്പവകാശം സുപ്രീം കോടതിക്കാണ്. ആ പ്രത്യേക സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരിക്കലും പൂർണ്ണത കൈവരില്ല. സുപ്രീം കോടതി ജഡ്ജിമാരെ ജനങ്ങളാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ജനങ്ങളാണോ അവരെ നിയമിക്കുന്നത് എന്ന് ചോദിക്കുന്ന പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാത്ത സംഘപരിവാറിന് ഒരു കൃത്യമായ മറുപടിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നുണ്ടോ ഇല്ലയോ എന്ന് അഭിപ്രായം പറയാൻ നിയമിച്ചിരിക്കുന്നവരാണ് കോടതിയിലെ ജഡ്ജിമാർ. അവർ അഴിമതിക്കാരാവുകയും അവർ വലിയ തോതിൽ കറപ്ഷന് വിധേയരാവുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ജനസമക്ഷം ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന നടപടികൾ ഏത് ജഡ്ജി ചെയ്താലും ആ വ്യക്തിയെ ഇംപീച്ച് ചെയ്യണം. ആ വ്യക്തിയുടെ സർവീസ് കാലാവധി റദ്ദാക്കണം. ആനുകൂല്യങ്ങൾ മരവിപ്പിക്കണം. അത് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന തത്വമാണ്. യശ്വന്ത് വർമ്മ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണം നേരിടുന്നവർക്കെതിരെ ഒരു രീതിയിലും സന്ധിയില്ലാതെ നടപടി തുടരുമെന്നൊരു വാശിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചയാളാണ് ജഗദീപ് ധൻഖർ. ധൻഖർ ഇപ്പോൾ ഇവിടെയാണ്. വീട്ടിൽ ചുറിയും കുത്തിയല്ലേ ഇരിക്കുന്നത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വീണ്ടും ചോദിക്കുകയാണ്. ആ ജഗദീപ് ധൻഖറിനടക്കം കിട്ടാതെ പോയ നീതി താൻ നടപ്പിലാക്കുമെന്ന് ഉറച്ച സ്വരത്തിൽ പറയുകയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. വിരട്ടി തീർത്ത് കളയാമെന്നാണ് സംഘപരിവാർ നേതാക്കളുടെ വിചാരമെങ്കിൽ അതങ്ങ് എട്ടായി മടക്കി കയ്യിൽ വച്ചാൽ മതി. നേരത്തെ ലോയയുടെ മരണം നമുക്കറിയാം. അമിത്ഷായുടെ കേസുമായി ബന്ധപ്പെട്ട വിധി പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലോയയുടെ അസ്വാഭാവിക മരണം സംഭവിച്ചത് ഈ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വിഷയമാണ്. പിന്നീട് P ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അമിത്ഷായുടെ അറസ്റ്റും അമിത്ഷാ ജയിലിലായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ക്രിമിനൽ കേസിന്റെ പേരിൽ അമിത്ഷാ എന്ന വ്യക്തിയുടെ പിന്നാമ്പുറ കഥകൾ ഓരോന്നായി കോൺഗ്രസ് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്.